ഇന്നലെ കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിരവധി പേരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അതായത് പല രാജ്യങ്ങളിൽ നിന്ന്, UAE-യിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, നോർവേയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും ഒക്കെ വന്ന നിക്ഷേപകർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന നമ്പറുകൾക്കുപരിയായി മന്ത്രി പി രാജീവ് പറഞ്ഞതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാനായി എന്ന് ഇവരോടുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. നിക്ഷേപങ്ങൾ എത്താൻ വൈകും, പക്ഷേ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാനായി എന്നതാണ് അതിന്റെ ഒരു നല്ല കാര്യം. എന്തായാലും ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വിലയിരുത്തും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും സംവിധാനമുണ്ട്. വമ്പൻ വാഗ്ദാനങ്ങളാണ് കൊച്ചിയിൽ 2 ദിവസങ്ങളായി നടന്ന നിക്ഷേപക സംഗമത്തിൽ കേരളത്തെ തേടിയെത്തിയത്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ലഭിക്കുമെന്ന് സർക്കാർ കണക്കാക്കി. ലഭിച്ചത് 1,52,905 കോടിയുടെ നിക്ഷേപം. അദാനി, ലുലു, ആസ്റ്റർ തുടങ്ങിയ വലുതും ചെറുതുമായ നിക്ഷേപങ്ങൾ. ഒപ്പുവെച്ച താൽപര്യപത്രം കാലതാമസമില്ലാതെ യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാരിന്റെ ഇനിയുള്ള ശ്രമം. നടത്തിപ്പിനായി അതിവേഗ സംവിധാനം കൊണ്ടുവരും. പ്ലാന്റേഷൻ ഭൂമി മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് നിയമഭേദഗതി വേണ്ടിവരും. ഇത് പഠിക്കാനായി റവന്യൂ മന്ത്രിയും വ്യവസായ മന്ത്രിയും ഉൾപ്പെടുന്ന മന്ത്രിതല ഉപസമിതി രൂപീകരിക്കും. പ്രത്യേക നോഡൽ ഓഫീസർമാരെയും നിയോഗിക്കും. മുഖ്യമന്ത്രി നേരിട്ടാകും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുക. നിയമപരമായിട്ടും ഭരണപരമായിട്ടുമുള്ള തയ്യാറെടുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. രണ്ടാമതായി രാജ്യമെങ്ങും ലോകമെങ്ങും നടത്തിയ റോഡ് ഷോകൾ, പ്രചരണ പരിപാടികൾ. മൂന്നാമതായി നമുക്ക് വിഴിഞ്ഞവും പാലക്കാട് നഗരവും വ്യവസായ നഗരവും വന്നു ചേർന്നു. ഇതിലാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തമായിട്ടും കേരളത്തിന്റെ 2 ജുവൽസായിട്ട്, മാണിക്യങ്ങളായിട്ടാണ് കാണുന്നത്. ഇത് ഒരു വലിയ കാന്തശക്തിയായി മാറി. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കും. 3 വർഷത്തിലൊരിക്കൽ നിക്ഷേപ സംഗമം നടത്താനാണ് തീരുമാനം. 2 ദിവസത്തെ നിക്ഷേപക സംഗമത്തിൽ 24 IT കമ്പനികൾ ഉൾപ്പെടെ 374 കമ്പനികളാണ് താൽപര്യപത്രം ഒപ്പുവെച്ചത്. ഭാവി കേരളം ലക്ഷ്യമിട്ട് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ച സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ആഗോള നിക്ഷേപകരുടെ പിന്തുണ. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പിക്കേണ്ട ചുമതലയും സർക്കാരിനുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. യെസ്, അപ്പോൾ അതാണ് വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയാണ് ആഗോള നിക്ഷേപക സംഗമം കേരളത്തിന് നൽകിയത്. ഇതിന് വലിയ വികസന കുതിപ്പുണ്ടാവട്ടെ എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. അതെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറയുന്ന പോലെ നടക്കില്ല. പക്ഷേ നമ്മുടെ ആ ഒരു ഇമേജിന് മാറ്റം വന്നിട്ടുണ്ട്. പുതിയ കേരളത്തിന്റെ ഇമേജ് നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ട്.